കോമനും രാമനും രണ്ടുപേരും കർഷകരായിരുന്നു. കൃഷിസ്ഥലം ഇരുവർക്കും തുല്യമായിരുന്നു. എന്നിട്ടും രാമന് വിളവ് കൂടുതലും കോമന് വിളവ് കുറവുമായിരുന്നു. എന്തെങ്കിലും ചെയ്തു കാട്ടണമെന്ന് കോമൻ തീരുമാനിച്ചു. കൃഷിക്കായുള്ള ഭൂമി തയ്യാറാക്കി. കോമൻ ഹൈബ്രിഡ് വിത്തുകൾ വിതച്ചു. വളം, യൂറിയ, കീടനാശിനി തുടങ്ങിയ എല്ലാം തന്നെ പ്രയോഗിച്ചു. പണം വെള്ളം പോലെ ഒഴുക്കി. എന്നിട്ടും അയാൾ നേടിയ വിളവ് കുറച്ചു മാത്രമാണ്. രാമന്റെ സുന്ദരമായ കൃഷിയിടം കണ്ടപ്പോൾ എന്താണ് അതിന്റെ രഹസ്യമെന്നയാൾ ചിന്തിച്ചു. ചിലപ്പോൾ ഭൂമിയുടെ വ്യത്യാസമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മായാജാലമാണോ? അയാൾക്ക് ഒരു സമാധാനവും കിട്ടിയില്ല. കോമനോട് തന്നെ കാര്യം ചോദിച്ചറിയാമെന്നുറച്ചു. അതെ രാമ, ഞാൻ പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും നിന്റേതുപോലെ വിളവ് ലഭിക്കുന്നില്ല. ഇനി നീ തന്നെ പറയൂ, എന്താണ് ഇതിന്റെ രഹസ്യം? സഹോദര, ഇതെല്ലാം ശാശ്വത യോഗത്തിലൂടെയുള്ള കൃഷിയുടെ അത്ഭുതമാണ്. അതെന്ത് കൃഷിയാണ് രാമ? ഞാൻ ആദ്യമായാണ് ഈ പേര് കേൾക്കുന്നത്. കോമ, ഇത് വളരെ സഹജമായ കൃഷിരീതിയാണ്. ആദ്യം നാം ഈശ്വരന്റെ ഓർമ്മയിൽ വിത്തുകൾ ശക്തിശാലിയാക്കണം. ശേഷം ഈശ്വരന്റെ ഓർമ്മയിൽ തന്നെ ആ വിത്തുകൾ ഭൂമിയിൽ വിതയ്ക്കണം. എന്നിട്ട് ചാണകമാകുന്ന ജീവാമൃതവും ജൈവവളവും ഇടണം. എന്നിട്ടോ? കീടാണുക്കളിൽ നിന്ന് കൃഷിയെ രക്ഷിക്കുന്നതിനായി വേപ്പും ചാണകവും ചേർന്ന മിശ്രിതം തളിക്കും. എന്നാൽ ഏറ്റവും പ്രധാനമായ കാര്യം ഇതാണ് കോമ, ഈശ്വരന്റെ ഓർമ്മയിലിരുന്ന് കൃഷിക്ക് നല്ല ശുഭഭാവന നൽകണം. ചെടികൾക്കും സ്നേഹമാണ് വേണ്ടത്, അല്ലാതെ വിഷം നിറഞ്ഞ വളമല്ല. ഇതെന്ത് ഭ്രാന്ത്? ഇത് സാധ്യമാണോ? കോമ, അസാധ്യമായി ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, ആയിരക്കണക്കിന് കർഷക സഹോദരന്മാർ ഈ രീതിയിൽ സഫലമായി കൃഷി നടത്തുന്നുണ്ട്. ഈ പഴമൊന്ന് രുചിച്ചു നോക്കൂ. ആഹാ, ഇത്രയും സ്വാദുള്ള പഴം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കഴിച്ചിട്ടില്ല. ഇനി ഞാനും ശാശ്വത യോഗത്തിലൂടെയുള്ള കൃഷിരീതി സ്വീകരിക്കും. കുറഞ്ഞ ചെലവ്, പ്രയത്നവും കുറവാ. ശുദ്ധ മനസ്സോടെ ശുദ്ധ ആഹാരവും കഴിക്കാം. ഞാനും മെഡിറ്റേഷൻ ചെയ്യും. ഞാനും ഈ രീതിയിൽ കൃഷി ചെയ്യും. നവയുഗത്തിനായി നവീന കൃഷി, ഇതാണ് ശാശ്വത യോഗത്തിലൂടെയുള്ള കൃഷി. ഇപ്പോൾ രാമനും കോമനും രണ്ടുപേരും സന്തുഷ്ടരായി. ജീവിതം സുഖമയമായി. കൃഷി സമ്പന്നമായി.